കടയിൽ നമ്മൾ ഊണിന് സൈഡായിട്ട് മീൻചാറുണ്ടാവും, സാമ്പാർ, രസമോ മോര, പുളിശ്ശേരി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ഉണ്ടാകണേ കേട്ടോ. അപ്പം ഞാനോർത്തേ ഈ മീൻചാറിനെ ഒന്ന് മാറ്റിപ്പിടിച്ചാലോ. എന്താണെന്ന് വെച്ചാൽ എല്ലാവരും മീൻചാറല്ലേ എപ്പോഴും കഴിക്കണം. നമുക്കൊന്ന് ഉണക്കച്ചെമ്മീനും മാങ്ങയും തക്കാളിയൊക്കെ ഇട്ട് ഒരു ചാറ് കറി ആക്കിയാലോ എന്നത്. ഉണക്കച്ചെമ്മീൻ കഴുകിയിട്ടാണ് ഞാൻ ഇട്ടേക്കണത്. ഇനി കഴുകാണ്ടാണ് ഇട്ടേക്കണമെന്ന് പറഞ്ഞ് കമൻ്റ് ഒന്നും വരാൻ നിൽക്കേണ്ട. പിന്നെ ഒരു 3-4 മാങ്ങയും കൂടി വെട്ടിക്കണ്ടിച്ചിട്ടിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി വലുതരിഞ്ഞ് ഇട്ടിട്ടുണ്ട്. ഒരെണ്ണം അല്ലാണ്ട് 2 ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ മുളക് പൊടി, പച്ചമുളക്, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് എന്നിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഈ ഒരു കറി വെക്കാനായിട്ടേ കുറച്ച് അധികം തന്നെ തേങ്ങ വേണം. ഞാനപ്പോൾ 2 ട്രിപ്പായിട്ടാണ് അരച്ചെടുക്കണേ കേട്ടോ. അപ്പോൾ തേങ്ങയിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്, കുറച്ച് ചുവന്നുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടിയും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് അരച്ചെടുക്കാം. അപ്പോഴേക്കും നോക്കുമ്പോൾ എന്താണ് നമ്മുടെ ഉണക്കച്ചെമ്മീനും മാങ്ങയൊക്കെ നന്നായിട്ട് വെന്തൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. എന്നാൽ പിന്നെ അരച്ചത് അങ്ങോട്ട് കലക്കിയാലോ എന്ന് ഓർത്ത് ആദ്യത്തതും രണ്ടാമത്തതൊക്കെ അങ്ങോട്ട് അരച്ചങ്ങോട്ട് കലക്കി ഇളക്കി കൂട്ടി വന്നപ്പോഴേ നന്നായിട്ട് കുറുകലുണ്ട്. പിന്നെ കുറച്ച് വെള്ളവും കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുത്ത് അപ്പോൾ ഉപ്പ് കുറവ് എന്നാൽ പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുത്ത്. നമ്മൾ കടുക് വറുക്കണ ചട്ടിയാണ് കേട്ടോ. ഇനി ഇതെന്താ ചട്ടി ഇങ്ങനെ ഇരിക്കണം അങ്ങനെ ഇരിക്കണം എന്നൊന്നും ചോദിക്കാൻ നിൽക്കണ്ട. കാരണം ഞാനിത് കടുക് വറുക്കണത് കൊണ്ടിട്ടാണ് കളയാണ്ട് വെച്ചേക്കണത്. ഇനി നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് അതിന് ശേഷം ഉള്ളി മൂപ്പിച്ച് പിന്നെ കുറച്ച് കറിവേപ്പിലയും മറ്റുള്ള മുളക് ഇട്ട് ലേശം മുളക് പൊടി ഇട്ടിട്ട് നമ്മുടെ കറിയിലേക്ക് അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റുള്ള കറിയാണ്. ഉണ്ടാക്കാൻ മറക്കരുത്. അതേപോലെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അതേപോലെ ഒരു കാര്യം പറയുന്നുണ്ട്, കടയിൽ ഭക്ഷണങ്ങൾ പാചകം ചെയ്യണതേ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് തന്നെ കേട്ടോ. എല്ലാവരും ഉദ്ദേശിച്ചല്ല, ചില അവന്മാരേ കമൻ്റ് ഇട്ട് തോപ്പിക്കണ്ട തന്നെ എന്തൊന്നും പറഞ്ഞിട്ടുണ്ടോ. ഇതൊക്കെ ഉണ്ടാക്കണുണ്ടല്ലോ കഴുകി വൃത്തിയാക്കിയിട്ട് തന്നെയാണ്. ആ ബീഫ് കഴുകിയിട്ടാണ് ഉണ്ടാക്കണത്. കഴുകാണ്ട് പിന്നെ എങ്ങനെ ഉണ്ടാക്കണം? നിൻ്റെ വീട്ടിലാണ് കഴുകാണ്ട് പിടിക്കാണ്ട് ഉണ്ടാക്കണം കേട്ടാ. ആ